വീണ്ടും ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ച് സംസ്ഥാന സർക്കാർ. രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഭാരതാംബയുടെ ചിത്രത്തിനു മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതും ഗവർണർ പുഷ്പാർച്ചന നടത്തിയതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. ഗവർണർ നിലപാട് തിരുത്തണമെന്ന് വി ശിവൻകുട്ടി. അതേസമയം രാജ്ഭവൻ മന്ത്രിയുടെ വാദങ്ങൾ തള്ളി. മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വീണ്ടും ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിക്കുന്ന നടപടി തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്, വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം വി ശിവൻകുട്ടി എന്തുകൊണ്ടാണ് താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്നത് സംബന്ധിച്ചുള്ള ചില ന്യായീകരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പൂർണ്ണമായും രാജ്ഭവൻ തള്ളുന്ന നിലപാടുമല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? രോഹിണി, ഭാരതാംബയുടെ ചിത്രത്തെ മാത്രമല്ല, ഭാരതാംബയുടെ ചിത്രത്തെയും ദേശീയ ഗാനത്തെയും ഗവർണറെയും തന്നെയാണ് അവഹേളിച്ചിരിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി എന്നതുള്ളൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം ഒന്ന്, ഭാരതാംബയുടെ ചിത്രത്തോടുള്ള അനാദരവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നതെന്ന് നമുക്കറിയാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലേക്ക് കൂടി നമ്മൾ കടക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അതിന് കൃത്യമായ പ്രോട്ടോക്കോളുകളുണ്ട്. അത് രാജ്ഭവനിൽ കൂടിയാകുമ്പോൾ അത് ഏറ്റവും കർശനമായി നടപ്പിലാക്കപ്പെടേണ്ട വിഷയം കൂടിയാണ്. ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മറ്റുള്ളവർ നേരത്തെ എത്തുകയും ഗവർണർക്കൊപ്പമോ ഗവർണർക്ക് മുമ്പോ ആ വേദിയിൽ ഉണ്ടാകണം എന്നുള്ളത് കൂടി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ കൃത്യസമയം പാലിക്കണം എന്നുള്ളത് ഒരു നിഷ്കർഷയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രി എത്തിയത് ഈ പരിപാടിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിന് ശേഷമാണ്. അതായത് പരിപാടി തുടങ്ങി മന്ത്രിയുടെ തന്നെ വാക്കുകൾ പറയുകയാണെങ്കിൽ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ഭദ്രദീപം കൊളുത്തുകയും ചെയ്തതിന് ശേഷമാണ് മന്ത്രി അവിടെ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, പ്രോട്ടോകോൾ ലംഘനത്തിന്റെ ആദ്യഘട്ടം തന്നെ ഉണ്ടായിരിക്കുന്നു. ദേശീയഗാനത്തിന് ശേഷം ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഗവർണർക്ക് ശേഷവും ഗവർണർ എത്തി പരിപാടി ആരംഭിച്ചതിന് ശേഷവുമാണ് മന്ത്രി കടന്നു വരുന്നത്. തുടർന്ന് ഗവർണർ ഇരിക്കുന്ന ചടങ്ങിൽ മന്ത്രി ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. അത് ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെ നടത്തുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഗവർണറുടെ പരിപാടി ആരംഭിക്കുന്നതിനും അവസാനിക്കുന്നതിനും മുൻപ് ഈ പറയുന്ന രീതിയിൽ 2 തവണ ദേശീയഗാനം ആലപിക്കുന്നതുണ്ട്. ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആ ദേശീയഗാനം ആലപിക്കുന്നതുമാണ് സാധാരണഗതിയിലുള്ള രീതി. ഇതിന് രണ്ടിനും മന്ത്രി തയ്യാറായിട്ടില്ല. ഒന്ന്, ദേശീയഗാനം ചൊല്ലിയതിനു ശേഷമാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം പരിപാടി തീരുന്നതിന് മുൻപ് മടങ്ങി. അങ്ങനെ ദേശീയഗാനം രണ്ടാമത് ചൊല്ലുന്നതിനും അദ്ദേഹം കാത്തുനിന്നില്ല എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. അടുത്തത്, ഗവർണറെ ഒരു വേദിയിലിരുത്തി അദ്ദേഹത്തിന് മുന്നിൽ, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. അതിനുശേഷം ഗവർണർ ഇരിക്കുമ്പോൾ തന്നെ ആ വേദി വിടുന്നതും ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമായി തന്നെയാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. നമുക്ക് രാജ്ഭവനുമായി സംസാരിക്കുമ്പോഴും ഇതാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ദീപപ്രജ്വലനമടക്കമുള്ള കാര്യങ്ങളിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തന്നെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഉണ്ടാകില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആണ് മന്ത്രി പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ അത്തരം അറിവാണ് തനിക്ക് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള നിലപാടുകളാണ് മന്ത്രി വി ശിവൻകുട്ടി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗവർണറുടെ പരിപാടിക്ക് വളരെ മുൻപ് തന്നെ പ്രോട്ടോകോൾ തയ്യാറാക്കുന്നതും അത് രേഖാപരമായി തന്നെ അറിയിക്കുന്നതുമാണ്. ഇതൊന്നും കൃത്യമായി മനസ്സിലാക്കാതെയാണോ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം പരിപാടികൾക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത്തരത്തിൽ നൽകിയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരം നൽകിയിട്ടുള്ള രേഖയിലും കൃത്യമായി ദീപപ്രജ്വലനം എത്ര സമയത്ത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം അതിനകത്ത് നൽകിയിട്ടുണ്ട്. അതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ അത്തരം വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് രാജ്ഭവൻ. പ്രത്യേകിച്ച് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുമെന്ന് ഒരു ഘട്ടത്തിലും ആരോടും അങ്ങനെ ഒരു അറിയിപ്പ് നൽകിയിട്ടില്ല. ദീപപ്രജ്വലനം അടക്കമുള്ള കാര്യത്തിൽ മുൻ നിലപാടുകൾ തന്നെയാണ് രാജ്ഭവൻ സ്വീകരിച്ചിരുന്നത്. മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പോ അല്ലെങ്കിൽ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ പറയുന്നത്. ഇതിൽ മറ്റ് വിമർശനങ്ങളും സജീവമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ ഇത്തരത്തിലുള്ളൊരു വിവാദം സൃഷ്ടിക്കാൻ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരുമൊക്കെ മനഃപൂർവ്വം ശ്രമിച്ചതാണെന്നുള്ള ആരോപണങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ ഉണ്ടാകുന്ന ഒരു പരിപാടിയിൽ അത് കഴിഞ്ഞ കുറച്ചു കാലമായി രാജ്ഭവനിലെ ഒരു രീതിയാണ്, അതുണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായി മന്ത്രിക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഗവർണർ എപ്പോഴും അവിടെ ദീപം തെളിയിക്കുന്നതും പുഷ്പാർച്ചന നടത്തുന്ന ഒരു പതിവുള്ള കാര്യമാണ്. അത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത്തരം ഒരു സംവിധാനം, ഒരു നടപടിക്രമം അവിടെ ഉണ്ടാകുമെന്ന് മന്ത്രി കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രി ആ പരിപാടിക്ക് എത്തിയതെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അങ്ങനെ എത്തുന്നു, അവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്നു, രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. തൊട്ടു പിന്നാലെ മന്ത്രിക്കായി കാത്തു നിൽക്കുന്ന ചില മാധ്യമങ്ങൾ അത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഒരു വിവാദം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. തുടർന്ന് പെട്ടെന്ന് തന്നെ മന്ത്രി വി ശിവൻകുട്ടി പുറത്തെത്തിയത് മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നതുമെല്ലാം കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇത്തരമൊരു പരിപാടി നടന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വലിയ വിമർശനമാണ് ഇപ്പോൾ
മന്ത്രിയുടെ ഈ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യേകിച്ച് ഭാരതാംബയുടെ ചിത്രത്തെയും ദേശീയ ഗാനത്തെയും ഗവർണറെയും ഒക്കെ പ്രോട്ടോകോൾ ലംഘനം പോലും നടത്തിയിട്ടുള്ള ഈ അധിക്ഷേപത്തിലൂടെ ഈ അവഹേളനത്തിലൂടെ അദ്ദേഹം നടത്തിയത് എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ അദ്ദേഹം പ്രതികരിച്ച രീതിയും ഒരു സംസ്ഥാന മന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതാണോ തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇനി അറിയേണ്ടത് ഈ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായതിൽ രാജ്ഭവൻ ഏതെങ്കിലും രീതിയിലുള്ള വിശദീകരണം തേടുമോ എന്നുള്ളതാണ്. അത്തരം നടപടികൾക്കായി അല്ലെങ്കിൽ അത്തരം ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. രോഹിണി. ശരി പ്രജിത്ത്, എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അസഹിഷ്ണുത തന്നെയാണ് വീണ്ടും മറനീക്കി പുറത്തുവരുന്നത്. വീണ്ടും ഭാരതാംബയുടെ ചിത്രത്തെ അവഹേളിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. രാജ്ഭവനിൽ നടന്ന സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയി. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിയതും ഗവർണർ പുഷ്പാർച്ചന നടത്തിയതുമാണ് മന്ത്രിയെ ചൊടിപ്പിച്ചത്. പ്രജിത്ത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത്.